പിറന്നാളിന്റെ അന്ന് ഇവിടെ നടന്ന സംഭവങ്ങൾ പോലീസിനെ അറിയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിലുള്ള ദേഷ്യമാണോ? അഭിമന്യുവിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കുമ്പോ എന്റെ അനിയത്തിമാരുടെ ഭാവി മാത്രമേ നോക്കാറുള്ളൂ. പോലീസിൽ പരാതി കൊടുക്കണ്ടെന്ന് പറഞ്ഞത് പോലും ആ ഒരു ഉദ്ദേശത്തോടെയാ. അഭിമന്യുവിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു വിളിക്കണം. അഭിമന്യു എന്നെ വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യില്ല. എന്താ ഏട്ടാ ഇത്? ഏട്ടൻ ഇപ്പൊ തന്നെ അമൃതേച്ചി തിരിച്ചു വിളിക്ക്. വേണ്ട മോളെ, അതിന്റെ ആവശ്യമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. ഇത്ര സീരിയസ് ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വരാൻ എന്താ കാരണം? ഒന്ന് പറ ഏട്ടാ, എന്താ സംഭവിച്ചേ? മോളെ, ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാവും. ചിലരെ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ആളായി പ്രതിഷ്ഠിക്കും. അത് നമ്മളാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് നമ്മളങ്ങ് ധരിച്ചു പോകും. പക്ഷെ നമ്മൾ അവർക്ക് ആരുമല്ലെന്നോ വെറും ഒരു സാധാരണ സൗഹൃദം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. എന്റെ മോനെ, നീ ഇതെന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങളിലെത്തുന്നത്? എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടമ്മേ. അതെന്ത് കാരണമാണെന്ന് എനിക്കറിയണം. ഏട്ടൻ പറഞ്ഞേ പറ്റൂ. അമൃത 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി മഹേന്ദ്രന് കൂട്ടിരുന്നു. അത് മാത്രമല്ല, അവര് വല്ലാതെ അടുത്തിടപഴകുന്നത് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടു. അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് അമൃതേച്ചിയുടെ അഭിയേട്ടനെയും കാര്യം പറയാൻ തന്നെയാ. ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനക്ക? പറ്റും. വിവേക് അഭിയേട്ടനോട് സംസാരിക്കണം. അത് സംസാരിച്ചാൽ ശരിയാവോ? ശരിയാവും. ആരാടാ? അമൃതമോളാണോ? സ്പീക്കറിലിട്. ഹലോ അനക. ആ, അഭിയേട്ടൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ? അത് അത്യാവശ്യമായിട്ട് അഭിയേട്ടനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിക്കൂ. ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ കാര്യം? അഭിയേട്ടാ, ഞാനും കൂടെ പറഞ്ഞിട്ട് അനക്ക വിളിച്ചത്. എത്ര തിരക്കായാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നേരി കാണണം. അല്ല, ഞങ്ങൾ വീട്ടിലേക്ക് വരണോ? ഏയ്, അതൊന്നും വേണ്ട. അഭിയേട്ടൻ പറഞ്ഞോളൂ, എവിടെ വേണമെങ്കിലും വരാൻ ഞങ്ങൾ റെഡിയാ. ഞാൻ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളിവിടെ വെള്ളായണി പാലത്തിനടുത്തുണ്ട്. ലൊക്കേഷൻ ഇപ്പൊ തന്നെ അയക്കാം. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.